കൊച്ചി ധനുഷ്കോടി ദേശീയപാത നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് നിർമ്മാണം നിലച്ചിട്ട് വർഷമൊന്നു തികയുന്നു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടത് മൂലം ഇതുവഴിയുള്ള യാത്രാ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. റോഡിന്റെ വശങ്ങളിലായി മൺതിട്ടകളിൽ നിൽക്കുന്ന വൻമരങ്ങൾ ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലാണ്. കാലവർഷം ആരംഭിച്ചതോടെ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് നിർമ്മാണം നിലച്ചിട്ട് ഒരു വർഷം തികയുന്നു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടത് മൂലം ഇതുവഴിയുള്ള യാത്ര അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. റോഡിന്റെ വശങ്ങളിലായി മൺതിട്ടകളിൽ നിൽക്കുന്ന വൻമരങ്ങൾ ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലുമാണ്. കാലവർഷം ആരംഭിച്ചതോടെ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട്. ദിവസേന ചെറുതും വലുതുമായ നിരവധി വാഹന അപകടങ്ങളാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേറിയതോടെ നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു റോഡിനെ ആശ്രയിക്കുന്ന വാഹനയാത്രക്കാർ. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ പലയിടങ്ങളിലും എടുത്ത വലിയ കുഴികൾ മാസങ്ങളായി മാറ്റമില്ലാതെ തുടരുകയാണ്. റോഡിന്റെ വശങ്ങൾ കാടുകയറിയതിനാൽ ആഴമേറിയ കുഴികൾ യാത്രക്കാരുടെ കണ്ണിൽപ്പെടാറില്ല. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ പാതയിലെ മണ്ണിടിച്ചിൽ ഭീഷണി ഇരട്ടിയായിരിക്കുകയാണ്. മുൻപും ശക്തമായ മഴയിൽ മരം വീണും മണ്ണിടിഞ്ഞും ഈ പാതയിൽ വൻ അപകടങ്ങളും ഗതാഗത തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വലിയ തോതിൽ മണ്ണുമാറ്റിയ ഭാഗങ്ങളിൽ റോഡിനോട് ചേർന്നുള്ള മൺതിട്ടകളിൽ നിൽക്കുന്ന വൻമരങ്ങൾ ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലുമാണ്. കനത്ത മഴ പെയ്താൽ ഈ മരങ്ങൾ റോഡിലേക്ക് പതിക്കുമെന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നമ്മുടെ നേര്യമംഗലം മുതൽ വാളറ വരെയും റോഡ് പണി നിന്ന് കിടന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ആവുകയാണ്. അപ്പോൾ റോഡ് പണി പണിയാൻ വേണ്ടി റോഡിൻ്റെ ഒരു സൈഡ് താത്തുകയും മറു സൈഡ് പൊളിക്കുകയും ചെയ്തു. ഇപ്പോൾ റോഡ് പണി നടക്കുന്നില്ലാത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ പൊളിച്ച സ്ഥലങ്ങളിൽ കാട് കയറി കിടക്കുകയും നമ്മുടെ അന്യ ജില്ലയിൽ നിന്നും അന്യ സംസ്ഥാനത്തു നിന്നും വന്ന വണ്ടിക്കാർക്ക് പരിചയക്കുറവ് കാരണം റോഡ് ലെവലിൽ സൈഡ് കൊടുക്കുമ്പോൾ ഡെയിലി 4-5 അപകടങ്ങളാണ് ഈ വനമേഖലയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ മഴക്കാലം ആരംഭിച്ചതോടുകൂടി ഈ മണ്ണിടിച്ചതിൻ്റെ ഫലമായിട്ട് റോഡിൻ്റെ കട്ടിങ് സൈഡിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ റോട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒത്തിരി അപകടങ്ങളിൽ മരം ചാടി നമ്മുടെ ഈ വനമേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പണി ഇപ്പം നിന്ന് കിടക്കുവാണ്. അപ്പോൾ പുതിയ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പണി ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടും പുതിയ സർക്കാരും ഉടനടി ഇവിടെ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ നമ്മുടെ നേര്യമംഗലം വനമേഖലയിലെ വലിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടാവും. മഴക്കാലം പൂർണ്ണമായും കനക്കുന്നതോടെ മുൻപ് തന്നെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനും കുഴികൾ അടയ്ക്കാനും അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. അല്ലാത്തപക്ഷം മഴക്കാലത്ത് വലിയ ദുരന്തങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.